തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ അബ്രഹാം തോമസ് കോട്ടയം. ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാവിലെ വീണ്ടും നമുക്ക് ആരോഗ്യത്തോട് ഉണർന്നെഴുന്നേറ്റ് വരുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഇന്ന് പകൽക്കാലം നമ്മുടെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ. ദൈവത്തിന്റെ വചന ഭാഗം വായിപ്പാൻ എനിക്ക് സന്തോഷമുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:9. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ അഭിമാനിക്കുന്ന ഒരു കാര്യം ഒരുവനെ പ്രസാദിപ്പിക്കുവാൻ. വാസ്തവത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നാം ജീവിക്കുന്ന ആ ശൈലിയിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ മുൻപിൽ ആരെയോ പ്രസാദിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. നാം മനഃപൂർവ്വം ആകണമെന്നില്ല, സമയോചിതമായിട്ട് അത് ചെയ്തു പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ വീട്ടിലുള്ള മറ്റ് ചില പ്രിയപ്പെട്ടവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ അവർക്ക് പ്രസാദകരമായ നിലയിൽ അങ്ങ് ചെയ്യുക. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ ബോസിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സ്വാഭാവികമായി ചെയ്യാനായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല അത്. പക്ഷെ ആ വ്യക്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ആ വ്യക്തി എന്നിൽ പ്രസാദിക്കുവാൻ വേണ്ടി ഞാൻ ആ കാര്യം അങ്ങനെ ചെയ്യുകയാവുന്നു. ഓർത്തു നോക്കിക്കേ, ശരിയല്ലേ എന്ന്? നമ്മുടെ ഓരോ ദിവസത്തെയും വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇപ്പോൾ നാം ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്നത് ആരെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാകുന്നു. പക്ഷെ നമുക്ക് നമ്മോട് ചോദിക്കാം, ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അനുദിനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത്? മനുഷ്യരായിട്ടുള്ള ആരെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ലേ? വാസ്തവത്തിൽ ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാകുന്നു, ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ആരെ പ്രസാദിപ്പിക്കുവാൻ? കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹം അതായി തീർന്നെങ്കിൽ നല്ലതായിരുന്നു. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതം. എന്റെ ചിന്തകൾ കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ വാക്കുകൾ കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ ജീവിതം കൊണ്ടും എന്റെ പ്രവൃത്തി കൊണ്ടും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിൽ കൊണ്ട് മറ്റുള്ളവർ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, ആ ലക്ഷ്യത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കർത്താവിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം. കർത്താവ് സ്നാനപ്പെടുവാൻ വേണ്ടി വരുമ്പോൾ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു. അവിടെ യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തുകയാകുന്നു. അവിടെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന വാക്കെന്താകുന്നു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് വീണ്ടും ആ വാക്കുകൾ കേൾക്കുന്നുണ്ട്. മറുരൂപമലയിൽ വെച്ച് ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവർ വിട്ടുപിരിയുമ്പോൾ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് വീണ്ടും കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. കർത്താവിന്റെ ലോകത്തിലെ ജീവിതം, ശുശ്രൂഷ ജീവിതം തുടങ്ങുന്ന സമയം മുതൽ അത് അവസാനിപ്പിക്കുന്ന സമയം വരെ പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. കർത്താവിന്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാര്യം ചെയ്യുമ്പോഴും പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് പിതാവിനോട് ആലോചന ചോദിച്ചിട്ട് പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി തന്നെയുള്ള ഒരു ജീവിതമായിരുന്നു അത്. വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്തായിരിക്കണം? യേശു കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതം. അതാകുന്നു നമുക്ക് വേണ്ടത്. നമ്മുടെ രാവിലെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുടുംബജീവിതം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ ജോലി സ്ഥലത്തുള്ള എന്റെ ജീവിതം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ,
എന്റെ വ്യക്തിപരമായുള്ള ജീവിതം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ, ഒരു പക്ഷെങ്കിൽ ആരും അറിയാത്ത ജീവിതമായിരിക്കാം എന്റെ രഹസ്യ ജീവിതം, ആരും എന്നെ കാണാത്ത ജീവിതം. ആ ജീവിതം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി തന്നെ ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ് വ്യത്യാസമായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തതയോട് ചെയ്യാൻ സാധിക്കും ഈ മനോഭാവം നമ്മുടെ മുൻപിലുണ്ടായാൽ. ഇന്ന് പകൽക്കാലവും തുടർമാനമായിട്ടുള്ള നമ്മുടെ പകൽക്കാലങ്ങളും ജീവിക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ ഭവനത്തിലെ ജീവിതവും പുറത്തെ ജീവിതവും ജോലി സ്ഥലത്തുള്ള ജീവിതവും എല്ലാം ജീവിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതമാക്കി തീർക്കാൻ നമുക്ക് ആഗ്രഹിച്ചാലോ? അവനെ പ്രസാദിപ്പിക്കുന്നവർ ആയി തീരുവാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിൽ അഭിമാനം കാണുക, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുക. വാസ്തവമായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വരുന്ന ദിവസത്തിലെ ജീവിതങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. യേശുവേ നിത്യം ജയിക്കട്ടെ.